ഹോക്കിൻസ് എന്ന സാങ്കല്പിക പ്രദേശം. അവിടെ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങളുടെ ഉത്തരം തേടി കുറച്ചു കുട്ടികൾ ഇറങ്ങി പുറപ്പെടുന്നു. ഓരോ എപ്പിസോഡ് പൂർത്തിയാകുമ്പോഴും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ബാക്കിയാകുന്നത് ചോദ്യങ്ങൾ. സ്ട്രേഞ്ചർ തിങ്സ് സീരീസിലെ ഇതുവരെ പുറത്തിറങ്ങിയ 38 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയവരെല്ലാം അതിലെ കഥാപാത്രങ്ങളെ പോലെ അപ്സൈഡ് ഡൗണിൽ പെട്ടിരിക്കുകയാണ് ഉത്തരങ്ങൾ അന്വേഷിച്ച്. ഈ കഥയും കഥാപാത്രങ്ങളും പൂർണ്ണമായും സാങ്കല്പികമാണ്. ഇലവനെ പോലെ സൂപ്പർ പവറും മറ്റൊരാളുടെ മനസ്സിലും അവരുടെ ഓർമ്മകളിലും കയറി നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ യഥാർത്ഥത്തിൽ അതിനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ സ്ട്രേഞ്ചർ തിങ്സിന്റെ മേക്കിങ്ങിന് പിന്നിലുണ്ട്. സീരീസിലെ പ്രധാന കഥാപാത്രമായ ഇലവനും അവൾ രക്ഷപ്പെട്ട സർക്കാരിന്റെ രഹസ്യ ലാബുമൊക്കെ അമേരിക്കയിൽ യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കയുടെ ചാര സംഘടനയായ CIA 1960കളിൽ നടത്തിയ ഒരു രഹസ്യ പരീക്ഷണം, MK അൾട്രാ പ്രോജക്റ്റ്. ലോകത്തെ നിയന്ത്രിക്കാനുള്ള സൂപ്പർ പവർ എന്താണ്? മാരകശേഷിയുള്ള ആണവായുധത്തേക്കാൾ പവർഫുൾ ആയ ഒന്ന്. ആ അന്വേഷണം CIA കൊണ്ടെത്തിച്ചത് മനുഷ്യന്റെ തലച്ചോറിലായിരുന്നു. എതിരാളിയെ യുദ്ധം തുടങ്ങും മുമ്പ് കീഴടക്കാനുള്ള രഹസ്യായുധം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി നിയന്ത്രണം ഏറ്റെടുക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാകുന്നു. CIAയുടെ MK അൾട്രാ പ്രോജക്റ്റിനെ കുറിച്ച് ഏറ്റവും ലളിതമായി ഇങ്ങനെ പറയാം. സംഭവം നടക്കുന്നത് ശീതയുദ്ധകാലത്താണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വഴികൾ തേടിയുള്ള പരീക്ഷണങ്ങൾക്ക് CIA തീരുമാനിക്കുന്നു. ശത്രുവിന്റെ മനസ്സ് നിയന്ത്രിച്ച് മേൽക്കൈ നേടുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ പരീക്ഷണത്തിനായി അമേരിക്കയിലും കാനഡയിലും ഉടനീളമുള്ള മാനസികാരോഗ്യ സ്ഥാപനങ്ങൾക്ക് CIA ഫണ്ട് നൽകി. സൈക്കഡലിക് മരുന്നുകൾ, സെൻസറി ഡിപ്രിവേഷൻ, ഇലക്ട്രിക് ഷോക്ക് എന്നിവയിലൂടെ മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്തുക, അതായിരുന്നു പദ്ധതി. പരീക്ഷണത്തിന് വിധേയരാകുന്ന ആളുകൾ അവർ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന് പോലും അറിയുന്നില്ല. അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ജീവിതം പൂർണ്ണമായും കൈവിട്ടിട്ടുണ്ടാകും. CIA ഈ പരീക്ഷണത്തിന് ഇരയായവരോ അവരുടെ കുടുംബങ്ങളോ ഇന്നും അമേരിക്കയിലുണ്ട്. മനോരോഗികളും തെരുവിലെ മനുഷ്യരും ഗർഭിണികളും പോലും ഈ പരീക്ഷണങ്ങൾക്ക് ഇരയായി. മനുഷ്യന്റെ പെരുമാറ്റവും ചിന്താഗതിയും നിയന്ത്രിക്കാൻ കഴിയുന്ന മരുന്നുകളും മറ്റ് രീതികളും കണ്ടെത്തുക, ഫലപ്രയോഗമില്ലാതെ ആളുകളെ കൊണ്ട് രഹസ്യങ്ങൾ പറയിപ്പിക്കാൻ കഴിയുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുക, ഫലപ്രദമായ ചോദ്യം ചെയ്യൽ രീതികൾ വികസിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു MK അൾട്രാ പ്രോജക്റ്റ് എന്ന കോഡിൽ അറിയപ്പെട്ട പരീക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ. പരീക്ഷണത്തിനായി LSD പോലുള്ള സൈക്കഡലിക് ഡ്രഗ്സ് അനിയന്ത്രിതമായി മനുഷ്യരിൽ പ്രയോഗിച്ചു. ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ഓർമ്മകൾ മായ്ക്കാനും പുതിയ വിവരങ്ങൾ നൽകാനും ശ്രമിച്ചു. കാഴ്ച, കേൾവി, സ്പർശം ഇതൊക്കെ ദീർഘനേരം തടഞ്ഞുവെച്ച് മനസ്സിനെ ദുർബലപ്പെടുത്തി. ഇലക്ട്രിക് ഷോക്ക് നൽകി അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് നോക്കി. ഈ പരീക്ഷണങ്ങൾക്ക് ഇരയായവരിൽ പലരും ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം മാനസികമായും ശാരീരികമായും തകർന്നു. 1970കൾ വരെ തുടർന്ന പരീക്ഷണത്തിന്റെ വിവരങ്ങൾ CIA പിന്നീട് നശിപ്പിച്ചെങ്കിലും പല വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു. സ്ട്രേഞ്ചർ തിങ്സ് പൂർണ്ണമായും സയൻസ് ഫിക്ഷൻ ആണെങ്കിലും MK അൾട്രയുടെ ആശയങ്ങളും പരീക്ഷണ രീതികളും കഥയിലെ പ്രധാന സംഭവങ്ങൾക്ക് നേരിട്ട് പ്രചോദനമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സീരീസിലെ ഹോക്കിൻ നാഷണൽ ലബോറട്ടറി. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലും ആശുപത്രികളിലും രഹസ്യമായി നടത്തിയ പരീക്ഷണങ്ങളാണ് ഹോക്കിൻസ് ലാബിന്റെ റഫറൻസ്. ടെലിക്കനസിസ് പോലുള്ള പ്രത്യേക കഴിവുകൾ വികസിപ്പിക്കാൻ സീരീസിലെ 11 അടക്കമുള്ള കുട്ടികളെ തടവിലാക്കി പരീക്ഷണം നടത്തിയതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികളും സാധാരണക്കാരിലും പരീക്ഷണം നടത്തി. സീരീസിൽ പപ്പ എന്ന കഥാപാത്രത്തെ പോലെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും അടങ്ങുന്ന സർക്കാർ ഏജന്റുമാരാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിയത്. സ്ട്രേഞ്ചർ തിങ്സിലെ കഥാപാത്രങ്ങൾ വിചിത്രമായ പോർട്ടലുകൾ തുറക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഭാവനയാണെങ്കിലും സർക്കാർ രഹസ്യമായി മനുഷ്യരെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന ആശയം ഈ പ്രോജക്റ്റിൽ നിന്ന് വന്നതാണ്. ഇത്രയും ക്രൂരമായ ഒരു പരീക്ഷണത്തിന് അമേരിക്ക എന്തിന് തയ്യാറായി? അതിന്റെ കാരണം വിചിത്രമാണ്. ശീതയുദ്ധത്തിന്റെ തുടക്കത്തിൽ മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മരുന്നോ സാങ്കേതിക വിദ്യയോ കമ്മ്യൂണിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന സംശയമോ മിഥ്യാബോധമോ CIക്കുണ്ടാകുന്നു. ഇതിനു പകരമായി സ്വന്തമായി അങ്ങനെ ഒരു മരുന്ന് കണ്ടെത്തിക്കളയാം എന്ന ആശയത്തിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ പരീക്ഷണത്തിന് CIA തുനിഞ്ഞിറങ്ങിയത്. ഈ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിഡ്നി കോഡ്ലിബ് എന്ന കെമിസ്റ്റാണ്. ഇയാളെ വിശേഷിപ്പിക്കുന്നത് തന്നെ CIയുടെ വിഷവിദഗ്ധൻ എന്നാണ്. സ്ട്രേഞ്ചർ തിങ്സിലെ പപ്പ എന്ന കഥാപാത്രത്തെ ഈ മനുഷ്യനുമായി ഉപമിക്കാം. മനുഷ്യരുടെ മനസ്സിൽ കയറി അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരുന്നു ഇയാളുടെ ആഗ്രഹമെന്നാണ് മാധ്യമപ്രവർത്തകൻ സ്റ്റീവൻ കിൻസൺ പറയുന്നത്. 2 പ്രക്രിയയിലൂടെ അത് സാധ്യമാക്കാം എന്ന് കോഡ്ലിബ് വിശ്വസിച്ചു. ആദ്യത്തേത് നിലവിലുള്ള മനസ്സിനെ തകർക്കുക,
രണ്ടാമത്തേത്, തകർന്ന മനസ്സിലേക്ക് അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുത്തിവെക്കുക. ഇതിൽ രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് ഗോട്ട്ലിബ് എത്തിയില്ലെങ്കിലും ആദ്യത്തേതിനായി ഒരുപാട് പരിശ്രമിച്ചുവെന്നാണ് സ്റ്റീഫൻ കിൻസർ പറയുന്നത്. പക്ഷേ അതിന് നിരവധി മനുഷ്യർക്ക് അവരുടെ ജീവിതം വിലയായി നൽകേണ്ടി വന്നു. 20 വർഷം നീണ്ട പരീക്ഷണത്തിനൊടുവിൽ മൈൻഡ് കൺട്രോൾ അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഗോട്ട്ലിബ് പരീക്ഷണം അവസാനിപ്പിച്ചെങ്കിലും ആ സമയത്തിനുള്ളിൽ കുറെ പേർ മരിച്ചു. കുറെ പേർക്ക് അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. MK അൾട്ര അവസാനിപ്പിച്ച് ഗോട്ട്ലിബ് CIA പുതിയ പ്രോജക്റ്റിന് നേതൃത്വം നൽകി. ചാരന്മാർക്ക് ഉപയോഗിക്കാൻ വിഷവസ്തുക്കളും ഹൈടെക് ഗാഡ്ജറ്റുകളും സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ്. സ്ട്രേഞ്ചർ തിങ്സ് കഥയാണെങ്കിലും യഥാർത്ഥ മനുഷ്യരുടെ യാതനകളിൽ നിന്നും പകർത്തിയ അധ്യായമാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവും ഭീഷണിയും അധികാരക്കൊതിയും സ്വാർത്ഥതയുമാണെന്ന് നമുക്ക് അതിൽ കാണാം. മറ്റൊരാളുടെ ചിന്തകളെ കീഴ്പ്പെടുത്താനുള്ള സൂപ്പർ പവർ നേടാനുള്ള ശ്രമങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലും വിജയിക്കുമോ എന്ന ചിന്തയും അത് ഉയർത്തുന്നു. എന്തോ ഒന്ന് മറന്നുപോയി എന്ന് തോന്നുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും മാറി മറിയുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. ഈ ചിന്തകൾ നമ്മുടേത് തന്നെയാണോ അതോ മറ്റാരുടെയോ പരീക്ഷണത്തിന്റെ ഭാഗമോ?